അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധ ഇസ്ലാമിൻ്റെ മുന്നേറ്റ പ്രയാണങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഗുസ്വത്ത് ഉഹദ് അഥവാ ഉഹദ് യുദ്ധം. മദീനയുടെ സമീപ പ്രദേശമായ ഉഹദ് മല ഇസ്ലാമിക ചരിത്രത്തിൽ ഇടപെടുകയാണ്. 300ഓളം വരുന്ന മുസ്ലിം ന്യൂനപക്ഷം 700ഓളം വരുന്ന ശത്രുസൈന്യത്തോട് നേരിടുന്ന ഒരു വലിയ രംഗമാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. പുരികരം സുബൈറോട് നബിയേകി ഖാലിദ് ഇബ്നു വലീദെണ്ടോർ നില തോൽക്കും നിലഫാനെ അതു പഠിച്ചെന്നിട്ടവരിടം മുന്നിൽ അടി തന്നിൽ ഉരത്താനേ ഹരി കോഫിറുകളിൽ ചീലെ തലവാരെ ഫരികളെ നറോ നേരെ ചില തോളറുകളായി താനെ നിലവോട് ഓറ്റത്തടമെത്തിറുക്കി തിരുനബിയവിയാനേ. തന്ത്രജ്ഞാനിയായ നേതാവ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിം സൈന്യത്തെ അണിയൊപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. പരിശുദ്ധ ദീനിന്റെ ധർമ്മധ്വജം സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു കരങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. മറുവശത്ത് ഖാലിദ് ബിൻ വലീദ് സർവ്വ ആയുധ വിഭൂഷകനായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഉഹദിലെ ജമലുർ റുമാദ് അവിടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 50 സ്വഹാബത്തിനെ നിർത്തിയിട്ടുണ്ട്. അവരോട് മുത്തുനബിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഉരത്താർ നബി ത്വാഹ ഗനീമത്തിനായി ഒരു നുമ്മൈ കൺകൾ നുമൈ കണ്ടാലും അരണ്ട് പിലൈരാവിലെ വീടം വിട്ട് വരുവാനിലേക്കും ഞാനയത്തല്ലാതെ പോരും ഇതാ നമ്മെ കുലകഫെട്ട് പോകും ഉമയുങ്ങൾ ഞങ്ങൾ തന്നാലും ഉരമി ഭവനം വിട്ടടുത്തിടണ്ട ഉദകം നമുക്കുങ്ങൾ ചെയ്ത വേണ്ട ബെല്ലാനുറഫേറ്റം സ്വഹാബാക്കളെ വെള്ളി നിറുത്തി പിന്നിടണ്ടാർക്കോനേ. ഓ സ്വഹാബ, നിങ്ങൾ യുദ്ധക്കളത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ യാതൊരു സഹായവും ചെയ്യേണ്ടതില്ല. ഇനി യുദ്ധം വിജയിച്ച് ഞങ്ങൾ സ്വത്തുക്കൾ ഒരുമിച്ച് കൂട്ടുകയാണ്. എങ്കിലും നിങ്ങൾ വരേണ്ടതില്ല. പക്ഷേ അവിടെ എന്ത് സംഭവിക്കുന്നു? ഫുടകിട്ടാർ പുതലെടുക്കുന്നി ചുവലക്കഫടക തീര കനവിലെ പതിലിട്ടോർ തുന മരികിട്ട് ചെയ്യും മമ്മുദുറ്റാക്കിയ സഹലുക അടയില ഫാൻ തവർ അബ്ദുള്ള ഇബ്ൻ ജുബൈറിന്റെ ഓരിലെ നമികളോ അവരെ പോയി ഷണ്ണം ഹനിമത്തെ ഫള്ളുള്ള അവരെ പോയി നമുക്കെടുത്തിടാ. ശക്തമായ പോരാട്ടത്തിൽ ശത്രുക്കൾ കളം വിട്ടോടുകയാണ്. മുത്തുനബി തങ്ങളും സ്വഹാബത്തും ഒനീമ സ്വത്തുകൾ ഒരുമിച്ച് കൂട്ടാൻ തുടങ്ങി. ഇത് കണ്ട് ചില ആളുകൾ മലവിട്ടിറങ്ങുകയാണ്. യുദ്ധം വിജയിച്ചില്ലേ, ഇനി നമ്മൾ ഇവിടെ നിൽക്കേണ്ട കാര്യം എന്താ? പക്ഷേ സുബൈർ തങ്ങളും 10 സ്വഹാബത്തും അവിടെ നിന്ന് അനങ്ങിയില്ല. കാരണം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ഇറങ്ങാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഈ രംഗം ഇക്രിമത്തും ഖാലിദ് ബിൻ വലീദും കണ്ട് മലമുകളിലേക്ക് ഇരച്ചു കയറി അവിടെ ഉണ്ടായിരുന്ന സ്വഹാബാക്കളെ വെട്ടിക്കൊലപ്പെടുത്തി. ഈ രംഗം ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കണ്ട സമയത്ത് അപ്പൻ ബന്ദടുത്തതായി ഇബ്ലീസ് അതുവല്ല സഹാലമായി പീഡിത്ത് ചൊല്ലി യാ ഇബാദല്ലാഹ് ഇപ്പമാൽ വഴി പകുത്ത് കൂട്ടി നീരല്ല ചാരെ വിത്ത് കാത്ത് നിന്റെ കോൾവി എണ്ടവർ ചൊല്ലാ. വിളിച്ചു പറയുകയാണ്, ഓ ദൈവത്തിന്റെ അടിയാറുകളെ, എല്ലാവരും മലയുടെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു കടന്നു വരൂ. ഓടിപ്പോയ കുഫാറിനെയാണ് വിളിച്ചു വരുത്തിയത്. ഈ സമയം അവസ്ഥകളാകെ മാറി മറിയുകയാണ്. വീണ്ടും ഒരു യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടുകയാണ് ഇവിടെ. അതിർത്തി ജിഹത്തുകൾ 10 മൊത്തയും 20 പേരാ കൊടുവകിലപ്പോൾ കാളരസം ഇടപെടി വെട്ടാർ ചൂരിതമൊറ്റ കലകമതി
ഹബീബാ അവനൊരു സഹബി ശറഫിളിനെ ഇനെ ഇമകളിലോ കുവനുമൈകളിലാരാ ഉമൈകളിലാരാ കലർന്നു ഉഹുദിന്റെ മണൽത്തിരികളിലൂടെ ചീറിപ്പായുകയാണ് ഹംസ റളിയല്ലാഹു അൻഹു. 31ഓളം വരുന്ന ശത്രുജീവനങ്ങളെ വെട്ടിരിഞ്ഞ് പ്രകമ്പന കൊള്ളുമ്പോൾ അതാ കാളരുടെ സോഫിൽ നിന്നൊരു വെല്ലൻ, അതെ സിബായിയാണ്. ഞാൻ അബ്ദുൽ ഹുസൈയുടെ മോനാ, എന്നോട് കുഫുവത്ത ആരാടാ നിങ്ങളിലുള്ളത്? വെല്ലുവിളി ഹംസ റളിയല്ലാഹു അൻഹു കേൾക്കേണ്ട താമസം. വെറുതെ വിടുമോ? ഇല്ല, ഒരിക്കലുമില്ല. കൊടുക വിളിത്തെ ചോരണവമ്പർ ജബ്ന മുഖദ്ദിഹത്തുൽ ഹുദുറുണ്ട് അടനീഹത്തുകൾ മധുവിധുവിതെ ചൊരിയുക വേണ്ട അടൽ പൊരുതിടുവാൻ കടുക നിലത്തിടയനതിലടുത്തുവനെന്നുമറിയണ്ട കടുകയിത്തെ ചേകിഷണത്തിൽ കരയടി മസ്താൻ പേശിടുമപ്പോൾ അർശമരത്തിനയനതിലടുത്തുടെ ഒരു ഒരുപാലെ മഹിഷറ കണ്ണമിൽ ഇളമിൽ വിളുങ്കിട കറിവിടങ്കിട ചെറുകത്തിലാണേ ചെറുകത്തിലാണേ. എടാ മോനടാ, നീ വലിയ ഭംഗീഷൊന്നും പറയണ്ട. നീ ആ ഒത്താച്ച പെണ്ണിന്റെ മോനല്ലടാ. കുടുംബ മഹിമയും വലിപ്പത്തൊരൊന്നും പറയാതെ പോരടിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വാടാ. ഇതും പറഞ്ഞ് ഹംസ റളിയല്ലാഹു അൻഹു ചുവട്ടങ്ങ് വെച്ചു. സിബായി രണഭൂമിയിൽ വെട്ടിപ്പിളർത്തി. ഉഹദ് ഭൂമി ഒന്നുകൂടി ചെഞ്ചായം അണിയുകയാണ്. വീണ്ടും കിടക്കുന്ന സിബായിയുടെ പടക്കുപ്പായം ഊരിയെടുക്കാൻ വേണ്ടി കുനിഞ്ഞ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ തക്കം പാർത്തിരിക്കുന്നുണ്ടായിരുന്നു. യുദ്ധത്തിനൊന്നും അയാൾ പങ്കെടുത്തിട്ടില്ല. ഹംസ റളിയല്ലാഹു അൻഹുവിനെ മാത്രം ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ്. ആരാണ് അയാൾ? തരം എണ്ടിട്ടോരച്ചാവൾ വീരുത്താനേ ജനകളെ പാകുത്താനേ വഹ്ശിയുമാടുത്താനേ സമയത്തിൽ പോലെ ഹംസ ഇടൈന്തോരാ പടകൊട്ടു തളർന്നോരാ കനുവിൽ നീലൈന്തോരാ അരശി കണ്ടവർ പിമ്പിൽ ആടുത്താനേ മിഴിയിൽ ചോരിന്താനേ അവരുടെ പൂർണ്ണം താനേ അജബിൽ അടിപ്പായെങ്കോ വേടിത്താനേ അജബിൽ ആയിൽ താനേ പലപടി ബലിത്താനേ. തക്കം പാർത്തിരിക്കുന്നുണ്ടായിരുന്ന വഹ്ശി ആളുകളെ എല്ലാം പകന്നു മാറ്റി ഹംസ റളിയല്ലാഹു അൻഹു അടുത്തെത്തിയിട്ടുണ്ട്. ഘോരമായ യുദ്ധം ചെയ്ത് തളർന്ന ഹംസ റളിയല്ലാഹു അൻഹുവിനെ പുറത്തേക്ക് കൊടിയുരുതുകൊണ്ട് മൂർച്ചപ്പെടുത്തിയ ചാട്ടുലി അതാ ഉതിർത്തി വിടുകയാണ്. അതാ ആ ചാട്ടുലി ഹംസ റളിയല്ലാഹു അൻഹുവിനെ പുറത്തിലൂടെ തറച്ച് വയറിന്റെ ഭാഗത്തേക്ക് തള്ളി നിൽക്കുകയാണ്. ഇല്ല, വേദന സഹിക്കുന്നില്ല. അള്ളാഹുവിന്റെ കഥ സംഭവിക്കുകയാണ്. ഉഹദ് മല പ്രകമ്പനം കൊണ്ടു. ആ തിരുശരീരം പിടഞ്ഞു പിടഞ്ഞു ചുടുവണുകയാണ്. രക്തം ധാരധാരയായി ഒഴുകുകയാണ്. ആ ധീരയോധാവ് ഇസ്ലാമിന് വേണ്ടി സ്വന്തം ജീവൻ ത്യജിച്ച് കഠിനമായ മരണവേദനയിൽ തന്റെ ശരീരം ചുടുമണലിൽ അമർത്തി പിടിച്ചിരിക്കുകയാണ്. മുസ്ലിം സൈന്യം ഒന്നടങ്കം കണ്ണീരിൽ കുതിർന്നിൽക്കുമ്പോൾ അതാ ഹിന്ദ് കടന്നു വരികയാണ്. ആ കരൾ കടിച്ചു കീറുകയാണ്. പ്രിയരെ, ഈ ഹിന്ദും വാശിയുമെല്ലാം പിന്നീട് അവിടുത്തെ തിരുബറക്കത്തിനാൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അവരുടെ എല്ലാം ഫള് കൊണ്ട് നാഥൻ നമ്മെ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.